ഹലോ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു ഡെയിലി വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നോക്കിയേ പാടൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട്. സ്പ്രിംഗ് സീസൺ തുടങ്ങിയപ്പോ പിന്നെ നമുക്കിപ്പോ എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നതാണ്. ഈ വെള്ളപ്പൂക്കള് കണ്ട നല്ല അടിപൊളിയായില്ലേ. അതേപോലെ ഇവിടെ സൈഡിൽ മഞ്ഞ പൂക്കള് കണ്ട. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണിക്കൊന്ന പോലത്തെ ഒരു പൂവാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ അത് കണിക്കൊന്നല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അത് കണിക്കൊന്നയല്ല. പക്ഷെ അത് ഈ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ കണിക്കൊന്ന പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കും. അപ്പൊ നമുക്കിങ്ങനെ നാട്ടിലത്തെ ഒരു വൈബ് കിട്ടും. പിന്നെ ആപ്പിളിന്റെ മരങ്ങളാണ് നിൽക്കുന്നത്. അത് മൊക്കിനി പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. സമ്മർ ആകുമ്പോഴേക്കൊക്കെ ആപ്പിൾ ഉണ്ടായി തുടങ്ങും കേട്ടോ. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടി ഫാമിലി മൊത്തത്തിലാണ് നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇസാക്ക് ഉറങ്ങാണ്. ഇവിടെ നിന്ന് മൂക്ക് ചുറ്റുന്നുണ്ട്. അപ്പൊ നമുക്കിനി മുന്നോട്ട് പോകാം. ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സ് ഇടുമ്പോഴേ അതില് വരുന്ന കമന്റ് ആണ് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ലേ എന്നുള്ളത്. പ്രൊഫഷൻ നേഴ്സാണ്. ഞാനിപ്പോ ജോലിക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ സ്റ്റേറ്റ് മാറി ഇവിടെ വന്നതിന് ശേഷം ഇസാക്കിന് ഡേ കെയർ കിട്ടിയിട്ടില്ല. ഐസൂരിന് തന്നെ ഈ അടുത്താണ് ഡേ കെയർ കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ വീട്ടിലിരുത്തി ഇവിടെ നോക്കാനൊന്നും ആരുമില്ല. അപ്പൊ ഞാൻ നോക്കാൻ വേണ്ടി ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ഇസാക്കിനെ. അപ്പൊ ഇസാക്കിനെ ഡേ കെയർ കിട്ടുന്നത് വരെ ഞാൻ വീട്ടിൽ ഇരിക്കും, ജോലിക്ക് പോവില്ല. നല്ല സുഖമുണ്ട് ഇങ്ങനെ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കാനായിട്ട്. പിന്നെ എനിക്ക് ഇവിടെ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ ചാടി കടന്ന് പോകാൻ പറ്റില്ല. ഞാൻ ലാംഗ്വേജ് പാസ്സായിട്ടുണ്ട്. പക്ഷെ ഞാൻ മുൻപുണ്ടായിരുന്ന സ്റ്റേറ്റിലത്തെ ആ ഒരു ഇത് വെച്ച് എനിക്ക് ഇവിടെ ഈ ഒരു സ്റ്റേറ്റിൽ പോകാൻ പറ്റില്ല. ഈ സ്റ്റേറ്റിൽ ഇനി ഞാൻ വീണ്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ആ പരിപാടികളൊക്കെ എനിക്ക് തീർത്തിട്ട് ഇനി ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടിയ ഈ അവസരം ഞാനിങ്ങനെ നന്നായി എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ എങ്കിലും എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അയ്യോ ജോലിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു പ്രാന്ത് ഇങ്ങനെ കയറി വരും. പക്ഷെ ആ സമയത്താണ് ഞാനപ്പോ ഇങ്ങനെ നടക്കാൻ ഇറങ്ങാറ്. അങ്ങനെ നടക്കാൻ ഇറങ്ങി ഒരു 2 റൗണ്ട് അടിച്ച് കഴിയുമ്പോഴേക്കും എന്റെ ആ ഒരു ഇത് പോയി കിട്ടും. ഞാനൊന്ന് റീഫ്രഷ് ആവും. അപ്പൊ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? നിങ്ങൾ ജർമ്മനിയിൽ എവിടെയാണ് എന്നുള്ളത് കുറെ പേര് ചോദിക്കാറുണ്ട്. ഞങ്ങൾ ജർമ്മനിയിലെ ബാഡൻ വുട്ടംബർഗ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലെ ലാർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമല്ല ഒരു കൊച്ചു സിറ്റിയിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ്, ഷ്വാർസ്വാൾഡ് എന്നൊക്കെ പറയും, അതിന്റെ അടുത്തേക്കായിട്ട് വരുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് ലാർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇനി മേലാക്കി ആരും ഈ ചോദ്യം ചോദിക്കരുത്, ചോദിച്ചോ. പക്ഷെ കുറെ പേരായി ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്. ആ ഒരു ഇത് കണ്ട നിങ്ങള്, പുല്ല് പോലെ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ, അതിന്റെ ഉള്ളിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ മാഞ്ഞ കണ്ടു കേട്ടാ. ഞാൻ മുൻപും ഇതേപോലെ നടക്കാൻ പോകുമ്പോ കുറച്ചിങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടുള്ള കാടുകളുടെ ഉള്ളിൽ മാൻ ഓടിപ്പോണ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ മാനുണ്ട്. പിന്നെ അതേപോലെ മറ്റേ സാധനല്ലേ ചെന്നായ, ഈ കുറുക്കന്റെ പോലത്തെ ഒരു സംഭവം അതുണ്ട്. ഈ അടുത്തൊരു ന്യൂസ് വന്നായിരുന്നു, ഒരു കുറുക്കൻ ഒരാളെ കടിച്ചിട്ട് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ 2 ഐറ്റം ഉണ്ട്. പാമ്പും അങ്ങനത്തെ ആനയൊന്നും ഇല്ല, പുലിയൊന്നും ഇല്ല. പക്ഷേ ഈ 2 മൃഗങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ കുറുക്കനെയൊന്നും ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മാന ഇപ്പം ഞാൻ 2 വട്ടമായി കാണുന്നു ഇങ്ങനെ നടക്കാൻ വരുമ്പോൾ. പക്ഷെ അവരൊന്നും നമ്മളിങ്ങനെ ഉപദ്രവിക്കില്ല എന്നുള്ള തോന്നുന്നു അല്ലേ. 2 കുതിരയുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഫാം ആ വീട്ടുകാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അത്. അപ്പൊ ഇവിടെ കുറെ കുതിരകളുണ്ട്. ഇസാക്ക് കുതിരനെ കാണാൻ നിൽക്കായിരുന്നു. ഇസാക്കേ കുതിരനെ കണ്ട? ഇസാക്ക് പുറക്കത്തിന് എഴുന്നേറ്റിട്ടുണ്ട്. ഇഷ്ടായ കുതിരനെ? ബൗ അല്ലത് കുതിര. കുതിര എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കായസു? അങ്ങനെ ഞങ്ങൾ നടന്ന് കുന്നിന്റെ മുകളിൽ തിരികാണ് കേട്ടോ. ഇവിടെ എത്തിക്കാനാണെങ്കിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. സ്ഥലത്തിന്റെ പേര് ഷുട്ടർലിൻഡർബർഗ് അങ്ങനെ എന്തൊരു സ്ഥലമാണ്. അപ്പൊ ഒരു കുന്നാണ് സംഭവം. ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ സിറ്റികൾ കാണാൻ പറ്റും. കാണിച്ചു തരാം. ഇവിടെ ദേവരാപ്പാപ്പൻ നിന്ന് ഈ ഒരു മാപ്പ് നോക്കുന്നുണ്ട്. അവിടെ അപ്പനും മക്കളും നിന്ന് അതിന്റെ ഉള്ളിൽ കൂടെ ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കുന്നുണ്ട്. കണ്ട, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ എന്തൊരു സ്റ്റാച്യു സംഭവം ഉണ്ട്. ഇവിടെയൊക്കെ മുന്തിരിയുടെ കൃഷി നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഇങ്ങനെ വേലി പോലെ കുത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? പിന്നെ അതേ അവിടെ ഇതാണ് വ്യൂ ഉള്ളത്. കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. തൊട്ടടുത്തുള്ള സിറ്റിയൊക്കെ കാണാൻ പറ്റുണ്ടോ? അത്രയും മനോഹരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. യെസോ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കണം. വലുതും കണ്ടാ? എന്തോ കണ്ടേ? നീ നോക്ക്. ഇപ്പൊ എന്നിട്ടാ കണ്ടേ?
എന്തിനാ കാണുന്നത് ഇപ്പോ? അവൾക്ക് ആകാശം മാത്രമേ കാണാൻ പറ്റണുള്ളൂ. ആകാശം നോക്കാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണ്ട, നേരിട്ട് നോക്കിക്കൂടെ. അപ്പോടെ എടുക്കാൻ പറയും, അപ്പൊ എടുത്തു തരും, അപ്പൊ കാണാൻ പറ്റും. യേസുവിനെ അപ്പൊ എടുത്തു. ഇപ്പൊ കാണാണ്ട. എവിടെയാന്നാ? അതെന്താ പോയത്? അതെന്തുട്ടത്? കാക്ക കാക്ക പറഞ്ഞു പറഞ്ഞേ. കാക്കല്ല, അത് പ്രാവാ. എന്തിട്ട് സക്ക തലയില് സാക്കിന്റെ തലയില് പ്രാണി. ഞങ്ങളങ്ങനെ പുറത്തോട്ട് നടക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. സമയം 6:30 ആയിട്ടുണ്ട്. ഇന്നധികം പുറത്ത് ആൾക്കാരുണ്ടായിരുന്നില്ല, കാരണം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്, എല്ലാ കടകളും അടവാണ്. പക്ഷെ ഐസ്ക്രീം കട തുറന്നിരിക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീംകാർക്ക് ആകെ കൂടി കച്ചവടം കിട്ടുന്നത് സ്പ്രിങ്ങിലും സമ്മറിലൊക്കെയാണ്. വിന്ററിൽ അങ്ങനെ തുറക്കാറില്ല. ഇപ്പം നല്ല വെയിലുള്ള ദിവസങ്ങളിലാണ് തുറക്കാറുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വലിയ കച്ചവടമൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഈ 2 സീസണിൽ ഇവർ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എപ്പോഴും തുറന്നിരുന്ന് കച്ചവടം നടക്കുന്ന സമയമാണ് അവർക്ക്. ഐസ്ക്രീമും ഐസ്ക്രീം മാത്രമേ നിങ്ങൾ തുറന്ന് കണ്ടുള്ളൂ. പിന്നെ കുറച്ച് കഫേസ് തുറന്നിട്ടുണ്ട്, പിന്നെ ഒരു ബേക്കറി തുറന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. പിന്നെ ഇത് ലോങ് വീക്കെൻഡ് ആണ്. വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച വരെ ഇനി ഇവിടെ മുടക്കാണ് കേട്ടോ. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയും മുടക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു ആഴ്ച ഇസൂനും ഇവിടെ വെക്കേഷനാണ്. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ പോയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു ആൾക്കാർ കുറവ് നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കണ്ട, ആരുമില്ല, ഒരു അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്ക് കാണുന്ന സമയമാണ്. അപ്പം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച സാധാരണ നമ്മൾ തൃശ്ശൂര് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ കണ്ടു, കഞ്ഞി കുടിക്കണം. പിന്നെ ബേസിൽ ജോസഫിന്റെ ഒരു ഇന്റർവ്യൂലൊക്കെ കണ്ടു കഞ്ഞി കുടിക്കും എന്നുള്ളത്. തൃശ്ശൂർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെസഹ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞല്ലോ, നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഈ അപ്പം അങ്ങനെ ഇതിൽ മുക്കി കഴിക്കുന്നത്, ബെല്ലം ആ ഒരു ഇതിൽ മുക്കി കഴിക്കണ ആ ഒരു ഇതിലൊന്നും പരിപാടി ഇല്ല. ഇപ്പൊ പാനി എന്നിട്ട് അപ്പം, പെസഹാപ്പവും പാനിയും ആ ഒരു ഇത് ഞങ്ങളുടെ തൃശ്ശൂരില്ല. നമ്മൾ ജസ്റ്റ് ഒരു ബണ്ണ് മുറിച്ച് നമ്മളത് കഴിക്കും. അതാണ് പെസഹ വ്യാഴാഴ്ച. പള്ളിയിൽ പോവും, അങ്ങനത്തെ പരിപാടി. ദുഃഖ വെള്ളിയാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ രാവിലെ കുർബാനയ്ക്ക് പോവും. അപ്പൊ നമ്മൾ രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കുറുക്കാണ്. രാവിലത്തെ കുർബാന എന്ന് പറയുന്നത് വലിയ കുർബാനയായിരിക്കും. കുറേ സമയം കഴിഞ്ഞിട്ട് 10 മണിയും 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്താം. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ അരിപ്പൊടിയും നാളികേരപ്പാലും ഒക്കെ ഇട്ടിട്ട് ഒരു കുറുക്ക്. അപ്പൊ ആ കുറുക്കാണ് നമ്മൾ കഴിക്കുക. ആ കുറുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ വീട്ടില് സദ്യ വെക്കും. അതായത് ഈ സദ്യ ശരിക്കും വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 4 മണിക്ക് നമ്മളൊരു പ്രദർശനത്തിന് പോകും. അത് കുറേ ടൈം എടുത്ത് പ്രദർശനം കഴിഞ്ഞ പിന്നെ പള്ളിയിൽ വീണ്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിക്കാനാണ് ശരിക്കും ഈ സദ്യ നമ്മൾ വെക്കുന്നത്. അതായത് രാവിലെ ഉപവാസം എടുത്ത് ഈ ഒരു കുറുക്ക് മാത്രം കഴിച്ച് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ പ്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ സദ്യ കഴിക്കാം. പക്ഷെ ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഓർമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സദ്യയാണ്. കാരണം നമ്മുടെ വീട്ടിൽ സദ്യ ഒന്നും ഉണ്ടാക്കും. എനിക്കറിഞ്ഞൂടെ തൃശ്ശൂർ ഇപ്പൊ എല്ലാ ഭാഗത്തും ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ അവിടെയൊക്കെ സദ്യ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ കുറെ പായസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് കറികളുണ്ടാവും, അങ്ങനെ ചോറും അങ്ങനെ സദ്യ. അപ്പൊ നമ്മൾ പിന്നെ ചെറുതായത് കൊണ്ട് നമ്മള് പള്ളിയിലത്തെ പ്രദർശനം കഴിയാനൊന്നും നിൽക്കില്ല. നമ്മൾ അതിന് മുൻപേ ഉച്ചയ്ക്കൊക്കെ നല്ല പോലെ സദ്യയൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പൊ അതേപോലെ തന്നെ വീട്ടില് TV വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താ പറയാ സമ്മതിക്കില്ല. ഭയങ്കര സൈലന്റ് ആയിട്ട് മൊബൈലും TV ഒന്നും കാണാണ്ട് ഇരിക്കാനൊക്കെ പറയുള്ളൂ. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു, അതായത് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഈശോ മരിച്ചല്ലോ, ഈ ഈശോ മരിച്ചിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് ഈ സദ്യ ഉണ്ടാക്കി കഴിക്കണേ എന്നുള്ളത് വലിയൊരു ഡൗട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലായത്, ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാന്നുള്ളത്. പിന്നെ അതേപോലെ ബേസിൽ ജോസഫിന്റെ ഇന്റർവ്യൂല് കണ്ടപ്പോഴാണ് മനസ്സിലായത്, അതായത് രാവിലെ മുതല് ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രദർശനം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് അവർക്ക് ഇങ്ങനെ കഞ്ഞി കിട്ടും എന്നുള്ളത് കേട്ടാ. അവിടെയൊക്കെ കഞ്ഞിയാന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ സദ്യയാണുള്ളത്. അപ്പോ
വേറെ ഏതെങ്കിലും ജില്ലയിൽ ഇതേപോലെ സദ്യ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂട്ടാ, നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളെ ഷോപ്പിങ്ങിനൊക്കെ പോകണം. നാളെ ഇവിടെ കടകളൊക്കെ തുറക്കും. നാളെ ശനിയാഴ്ച, ഈസ്റ്ററിന് മുൻപുള്ള ഒരു ശനിയാഴ്ച. ചിലപ്പോൾ മൺഡേ ഇവിടെ എല്ലാതും അടവായിരിക്കും, അറിയില്ല. അപ്പൊ നമ്മൾ നാളെ ഷോപ്പിങ്ങിനൊക്കെ പോകും. ഈസ്റ്ററിന് കുറച്ച് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. എന്ത് പറഞ്ഞാലും ഒക്കെ തിന്നുന്ന കാര്യം. ഇപ്പൊ വ്യാഴാഴ്ച അപ്പം, ദുഃഖ വെള്ളിയാഴ്ച സദ്യ, ഈസ്റ്ററിന് നല്ല കറുമുറും വെജ് അല്ല നോൺ വെജ് കഴിക്കാം. കർത്താവിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ തിന്നു മുടിക്കണം നമ്മള്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.